നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ മാങ്ങാ കറിയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയായതിനു ശേഷം ഒരു പാനിലോ ചീനിച്ചട്ടിയിലോ ഇട്ട് നല്ലപോലെ നമുക്ക് ചെമ്മീൻ ഇതുപോലെ നല്ലപോലെ വറുത്തെടുക്കാം. ഞാൻ കഴുകിയതിന് ശേഷമാണ് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇവിടെ വറുത്തെടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ തല കളഞ്ഞിട്ടില്ല. തല കളഞ്ഞിട്ട് ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ചിലർക്ക് തലയുള്ളത് ഇഷ്ടമല്ല. ഇവിടെ ഞാൻ തല കളയാണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നല്ലപോലെ ഒന്ന് നല്ല ബ്രൗൺ കളറാവണം. നല്ലപോലെ ബ്രൗൺ കളറാവണമേ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കറിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിൽ 4-5 ചെറിയുള്ളി, നിങ്ങളുടെ ചെമ്മീൻ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ എടുക്കാം. തേങ്ങ, പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പം എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനിവിടെ പച്ചമാങ്ങ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഫ്രോസൺ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മാങ്ങ പുളി അനുസരിച്ച് വേണം എടുക്കാൻ. ശേഷം ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കുക. സ്വല്പം എണ്ണ ആദ്യം ഒഴിക്കേണ്ടവർക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ ഒഴിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ ഉണക്ക ചെമ്മീൻ ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരുന്ന ഗ്രേവി, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഉള്ളി, അതെല്ലാം കൂടി അരച്ചെടുത്തിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇടുക. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പം നല്ലപോലെ മാങ്ങയുടെ പുളിയെല്ലാം പിടിച്ച് നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഒരു 15 മിനിറ്റ് വെന്താൽ മതിയായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീൻ നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തതായതുകൊണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.